മാതൃഭൂമി തൊഴിൽ വാർത്ത 2026 ഓഗസ്റ്റ് വോളിയം 34 ഇഷ്യൂ 43 തൊഴിലവസരം. റെയിൽവേയിൽ 3993 ജൂനിയർ എഞ്ചിനീയർ. യോഗ്യത എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി. തിരുവനന്തപുരം RRBയിൽ 101 ഒഴിവ്. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 3993 ഒഴിവുണ്ട്. ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം RRBയിലാണ്. എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം ഡിപ്ലോമക്കാർക്കാണ് അവസരം. വിവിധ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. അടിസ്ഥാന ശമ്പളം 35,400 മുതൽ രൂപ. പുറമെ മറ്റ് അലവൻസുകളും. യോഗ്യത മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ്. ഫൈനൽ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർ അപേക്ഷിക്കാൻ അർഹരല്ല. എഞ്ചിനീയറിംഗ് ടെക്നോളജി വിഷയങ്ങൾ: മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ്, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ മെഷീനിംഗ്, ടൂൾസ് ആൻഡ് മെഷീനിംഗ്, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ. പ്രായം 18 മുതൽ 33 വയസ്സ്. അപേക്ഷകർ 1/1/2009 ശേഷമോ 2/1/1994 മുമ്പോ ജനിച്ചവരായിരിക്കരുത്. തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. 1ഉം 2ഉം ഘട്ട പരീക്ഷകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലായിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളം ഉൾപ്പെടെയുള്ള വിവിധ പ്രാദേശിക ഭാഷകളിലും ചോദ്യങ്ങൾ ലഭിക്കും. പരീക്ഷ: 1ാം ഘട്ട പരീക്ഷയ്ക്ക് 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം. 2ാം ഘട്ട പരീക്ഷ 150 മാർക്കിനായിരിക്കും. 150 ചോദ്യങ്ങളുണ്ടാവും. ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ബേസിക് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റീസ് എന്നിവയായിരിക്കും ചോദ്യ വിഷയങ്ങൾ. പരീക്ഷാ ഫീസ് വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപയാണ് ഫീസ്. ഇവർ 1ാം ഘട്ട പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് ഫീസ്. ഇവർ 1ാം ഘട്ട പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ ലഭിക്കും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. സെപ്റ്റംബർ 15 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. വെബ്സൈറ്റ് ലിങ്കിലൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്.